എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ബ്രൂക്കും ചോപ്പറും അവർ രണ്ടുപേരും ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ആ ഒരു ടൈഗർ ഫിഷ് അതിന്റെ പക്കൽ നിന്ന് രക്ഷപ്പെട്ട് സബ്മറീൻ ആണെങ്കിൽ വളച്ചും തിരിച്ചും നല്ല സ്പീഡിലൊക്കെ ഓടിച്ച് ഓൾമോസ്റ്റ് ഇപ്പോ തൗസൻഡ് സണ്ണി കപ്പലിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം അവരുടെ എയിം അതവർ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. അവരാണെങ്കിൽ കപ്പലിലേക്കും കപ്പലിന്റെ പരിസരത്തേക്ക് നോക്കും. അവിടെ എവിടെയും ആരെയും കാണാനില്ല. പക്ഷേ കപ്പലിൽ ആരൊക്കെയോ മൂവ് ചെയ്യുന്നത് പോലെ അവർക്ക് തോന്നും. ബൈനോക്കുലറൊക്കെ എടുത്ത് നൈസായിട്ട് സൂം ചെയ്യും. കപ്പലിലുള്ള ആൾക്കാരെ വ്യക്തമാവില്ലെങ്കിലും കപ്പലിൽ ആരൊക്കെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കും. തീർച്ചയായിട്ടും അത് ലൂഫിയാൻ ടീം തന്നെയായിരിക്കും. ഇത്തവണ നമ്മൾ ലേറ്റായി, പക്ഷെ കുഴപ്പമില്ല, എന്തായാലും നമ്മുടെ ആൾക്കാർ സേഫായിട്ട് കപ്പലിലേക്ക് എത്തിയല്ലോ, നമുക്കും കപ്പലിലേക്ക് പോവാന്ന് പറഞ്ഞ് അപ്പുറം ബ്രൂക്കും ആണെങ്കിൽ ഭയങ്കര ആവേശത്തിൽ കൈയൊക്കെ വീശി കാണിക്കുകയാണ്. ഹേയ് ഗായ്സ്, ഞങ്ങൾ എത്തി, ഇനി നമുക്ക് സമയം കളയാതെ ഇവിടുന്ന് കടന്നു പോവാന്ന് പറയും. ഇവരുടെ സൗണ്ട് കേൾക്കേണ്ട താമസം ആ വില്ലന്മാരെല്ലാവരും കപ്പലിന്റെ ഒരു ഭാഗത്തേക്ക് വരികയാണ്. സബ്മറീൻ കപ്പലിനോട് അടുക്കുമ്പോഴായിരിക്കും ബ്രൂക്കും ചോപ്പറും ആ സത്യം തിരിച്ചറിയുക. കപ്പലിലുള്ളത് നമ്മുടെ ആൾക്കാരല്ല, മറിച്ച് ആ വില്ലന്മാരാണ്. പരസ്പരമാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കി ചിരിക്കും. നിങ്ങൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഞങ്ങളുടെ വലയിൽ വന്ന് വീണിരിക്കുകയാണ്. നിങ്ങളുടെ ലൂഫിയാൻ ടീം ഇതുവരെ ഈ കപ്പലിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ കളിയാക്കി ചിരിക്കും. ബ്രൂക്കും ചോപ്പറും ആണെങ്കിൽ അവരെ കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുമ്പോഴായിരിക്കും നാമിയുടെ ആ ഒരു അറ്റാക്കിന്റെ ശബ്ദം അത് അവിടേക്ക് കേൾക്കുക. ആ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. അതിനാ നാക്ക് നീണ്ടവനാണെങ്കിൽ സിമ്പിളായിട്ട് പറയും, നിങ്ങൾ ആ ശബ്ദം കേട്ടില്ലേ? ബിഗ് മോമിന്റെ അറ്റാക്കിന്റെ പവറാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇതിനോടകം നിങ്ങളുടെ ആൾക്കാർ എല്ലാവരും മരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ലൂഫിയുടെയും ടീമിന്റെയും പവർ എന്താണെന്ന് ചോപ്പറിനും ബ്രൂക്കിനും നന്നായിട്ട് അറിയാം. പക്ഷെ വില്ലൻ ഗ്യാങ് ആണെങ്കിൽ അപ്പോഴും കോൺഫിഡൻസ് വിടാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഞങ്ങളിത് വളരെ സ്മൂത്ത് ആയിട്ട് അവസാനിപ്പിക്കാനായിട്ട് പോവാണ്. ലൂഫിയാൻ ടീമിനെ ബിഗ് മോമും ടീമും ചേർന്ന് ഇപ്പൊ കൊന്നിട്ടുണ്ടാവും. നിങ്ങളെ ഞങ്ങളും കൊല്ലും. അതിനുശേഷം ബിഗ് മോമിനെ സമാധാനിപ്പിച്ച് പുട്ടിംഗ് ഉണ്ടാക്കി വെച്ച ആ കേക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി പ്രോബ്ലംസ് എല്ലാം തന്നെ ഞങ്ങൾ സോൾവ് ആക്കും. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ സബ്മറീൻ എടുത്ത് ഇവിടുന്ന് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലൂന്ന് പറഞ്ഞ് അവരമ്പൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. ബ്രൂക്ക് ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നിങ്ങളുടെ യാതൊരു ഫേവറും ഞങ്ങൾക്ക് ആവശ്യമില്ല. തൗസൻഡ് സണ്ണി അവൻ ഞങ്ങളുടെ കപ്പലാണ്, ഒരു കാരണവശാലും തൗസൻഡ് സണ്ണി നിങ്ങൾക്ക് വിട്ടു തരില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരും അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. അടുത്ത നിമിഷം വില്ലന്മാരാണെങ്കിൽ അമ്പൊക്കെ എടുത്ത് നമ്മുടെ ആൾക്കാർക്ക് നേരെ എയ്യും. നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ചേർന്ന് ആ അമ്പൊക്കെ വെട്ടിമാറ്റി ഡയറക്റ്റ് കപ്പലിലേക്ക് തന്നെ വരികയാണ്. കട്ട് ചെയ്ത ഇവിടെ നാമിയുടെ അറ്റാക്കില് അവിടെ വലിയൊരു തുരങ്കം തന്നെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് അതാദ്യമായിട്ടാണ് നാമി ഉണ്ടാക്കുന്നത്. ആക്ടറാണെങ്കിൽ സന്തോഷത്തിൽ തുള്ളിച്ചാടും. ഇനി ഒന്നും പേടിക്കാനില്ല, ആ ബിഗ് മോമിനെ നമ്മൾ തകർത്തെന്ന് പറയും. പക്ഷെ അപ്പോഴായിരിക്കും വലിയൊരു ശബ്ദം അവർ കേൾക്കുക. ജുറാസിക് പാർക്ക് സിനിമയിൽ ദിനോസർ ചവിട്ടും പോലെ വലിയൊരു മെതിയടി ശബ്ദം. ആ ഒരു വലിയ കുഴിയിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത്. അവരെല്ലാവരും ഇപ്പോ ആ കുഴിയിലേക്ക് നോക്കി കാതോർത്ത് നിൽക്കും. അപ്പോഴായിരിക്കും എനിക്ക് കേക്ക് വേണം എന്നൊരു അലമുറ അവർ കേൾക്കുക. സോ അതിനർത്ഥം ബിഗ് മോം മരിച്ചിട്ടില്ല. പക്ഷെ അവളിപ്പോൾ ഉള്ളത് ആ വലിയ കുഴിയിലല്ലേ. സോ അവിടെ നിന്ന് അവൾക്ക് കയറി വരാൻ പറ്റില്ല എന്നവർ ചിന്തിച്ച് നിൽക്കുമ്പോൾ ബിഗ് മോം അവൾ സിമ്പിളായിട്ട് മുൻപോട്ടേക്ക് നടന്ന് മുൻപിലുള്ള വലിയ വലിയ പാറയും ഒക്കെ ഇടിച്ച് തകർത്ത് ക്യാഷ്വലായിട്ട് നമ്മുടെ ആൾക്കാരുടെ നേർക്ക് വരും. ജിംബയാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും, ഓ നോ, എത്രയും വേഗം എല്ലാവരും ഓടിക്കുമെന്ന് പറഞ്ഞ് ജിംബൈ മുൻപിലോടും, ബാക്കിയുള്ളവര് അവന്റെ പിന്നാലെ ഓടും. ഇവിടെ ബിഗ് മോം അവൾ തല മുകളിലേക്കിട്ട് എന്റെ വെഡിങ് കേക്ക് അതെവിടെയെന്ന് നിലവിളിച്ച് ചോദിക്കും. കട്ട് ചെയ്ത ഇവിടെ ചോപ്പറും ബ്രൂക്കും അവർ രണ്ടുപേരും കപ്പലിൽ നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ബ്രൂക്ക് ആണെങ്കിൽ അവന്റെ ഗിറ്റാറൊക്കെ ഉപയോഗിച്ച് ഒരുപാട് പേരുടെ സോള് അതങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും. ഇവിടെ ബ്രൂലി അവളുടെ ആ മിറർ ഡയമെൻഷനിലൂടെ ഒരുപാട് വില്ലന്മാരെ അവിടേക്ക് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യും. അതിലൊരു വില്ലൻ ആണെങ്കിൽ ചോപ്പറിനോട് പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മെയിൻ ആൾക്കാരെല്ലാവരും മരണപ്പെട്ടു, നിങ്ങളെ കൊണ്ട് രണ്ടുപേരെ കൊണ്ട് മാത്രം ഇനി ഇവിടുന്ന് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചോപ്പറിനെ പിടിച്ച് വലിച്ച് ആഞ്ഞടിക്കും. അതിന് ചോപ്പർ അവന്റെ കൈ തട്ടി മാറ്റി ഫുൾ ആറ്റിറ്റ്യൂഡിൽ അവനോട് പറയും, ഒരു കാരണവശാലും ലൂഫിയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ നിങ്ങളെ കൊണ്ടാവില്ല. നിങ്ങളുടെ ടീംമേറ്റ്സിന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അവർക്കാർക്കും ഒന്നും സംഭവിക്കില്ല. അവർ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ കപ്പല് തിരികെ പിടിച്ച് ഞങ്ങൾക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തിരികെ പോണെന്ന് പറഞ്ഞ് വീണ്ടും പൊരിഞ്ഞാട്ടിയിടി ബഹളം.
ബ്രൂക്ക് ഒരു സോൾ കിങ് ആണ്. അതുകൊണ്ട് തന്നെ അവന്റെ പവർ അത് അൺബീറ്റബിൾ ആണ്. അവൻ ആ പവർ ഉപയോഗിച്ച് ചുറ്റുമുണ്ടായിരുന്ന വില്ലന്മാരെ തല്ലിക്കൊല്ലും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചോപ്പർ, അവനാണെങ്കിൽ ഒരു റെഡ് കൂൺ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അവൻ ഐസിലൂടെ ബാലൻസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. അവൻ അതുപോലെ തന്നെ ഐസിൽ ബാലൻസ് ചെയ്ത് വില്ലന്മാരെ തല്ലിക്കൊല്ലും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഷിഫോണും പുട്ടിങ്ങും അവർ രണ്ടുപേരും ആ കാട്ടിലേക്ക് കടന്നു വരികയാണ്. അവരുടെ ഒരേ ഒരു ലക്ഷ്യം നമ്മുടെ ആൾക്കാരെ സേവ് ചെയ്യുക എന്നത് മാത്രമാണ്. ആക്ച്വലി കപ്പോംസിന് ഷിഫോണിനെ അയക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഷിഫോൺ അവളുടെ സിസ്റ്ററിനെ ഓർത്ത് മാത്രമാണ് അവിടേക്ക് വന്നത്. അതായത് ലോലയെ ഓർത്ത്, ലോലയെ പ്രൊട്ടക്ട് ചെയ്തതും അവളുടെ കൂടെ ഒരു നല്ല ഫ്രണ്ടായി നിന്ന് അവളെ സേവ് ചെയ്തതും നമ്മുടെ ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ അവരെ എന്തെങ്കിലും സഹായിക്കണം എന്നൊരാഗ്രഹം ഷിഫോണിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ അവൾ പൂർണ്ണ മനസ്സോടെ അവിടേക്ക് എത്തിയത്. ഷിഫോൺ ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ തന്റെ കുഞ്ഞിനെ കപ്പോംസിന്റെ കയ്യിൽ ഏൽപ്പിച്ചാണ് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ സഹായിക്കാൻ ഇവിടേക്ക് വന്നത്. ഷിഫോണും പുട്ടിങ്ങും ആണെങ്കിൽ ദൂരത്തായിട്ട് ഓടുന്ന നമ്മുടെ ആൾക്കാരെ കാണും. പുട്ടിങ്ങിനാണെങ്കിൽ സാഞ്ചിയെ കണ്ട് ഭയങ്കര സന്തോഷം. ഞൊടിയിടയിൽ പുട്ടിങ്ങിന്റെ മൂന്നാമത്തെ കണ്ണ് അത് ഓപ്പണായി അവളുടെ നേച്ചർ അത് പതിയെ മാറാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ ബിഗ് മോം അവരാണെങ്കിൽ ഒച്ചത്തിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കി കൈ ഉപയോഗിച്ച് മുകളിലേക്ക് പിടിച്ചു കയറാൻ ശ്രമിക്കും. പക്ഷെ എന്താ, അവളുടെ കൈ ഭയങ്കര സ്ട്രോങ് ആണ്. അവൾ കൈ മുകളിലേക്ക് വെക്കേണ്ട താമസം ആ ഒരു ഭാഗം തന്നെ അങ്ങനെ ഇടിഞ്ഞു വീഴും. ഉടനെ പുട്ടിങ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് ഫ്ലൈ ചെയ്ത് വരും. അവളെ കാണുമ്പോൾ തന്നെ ലൂഫിയുടെ കലി അതങ്ങനെ കയറി വരികയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ വീണ്ടും ഞങ്ങളുടെ മുൻപിലേക്ക് വരും. നീ ഞങ്ങളെ നിന്റെ അമ്മയുടെ പക്കല് പിടിച്ചു കൊടുക്കാനായിട്ട് വന്നതാണോ? അതിനവള് പറയും, അയ്യോ അല്ല, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്. ലൂഫിക്കാണെങ്കിൽ അതിൽ തീരെ വിശ്വാസമില്ല. അപ്പോഴായിരിക്കും അവളുടെ കൂടെ ഷിഫോണിനെ കാണുക. ഷിഫോണിനെ കണ്ട് അവൻ മണ്ടടിക്കും. സാഞ്ചി ആണെങ്കിൽ പുട്ടിങ്ങിനോട് ചോദിക്കും, പുട്ടിങ് നീ ഓക്കെ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അത് കേട്ട് പുട്ടിങ് ആണെങ്കിൽ അങ്ങ് വല്ലാണ്ട് ഇംപ്രസ്ഡ് ആവുകയാണ്. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ ഏകദേശം പുറത്തു വരാനുള്ള ശ്രമങ്ങളൊക്കെ സക്സസ് ആയിക്കൊണ്ടിരിക്കും. അത് കണ്ട പുട്ടിങ് ആണെങ്കിൽ അവളെ തന്നെ കൺട്രോൾ ചെയ്ത് എങ്ങനെയെങ്കിലും സാഞ്ചിയെ ടീമിനെ രക്ഷിക്കണം എന്ന് ചിന്തിക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് ഉള്ളിലെ മോൺസ്റ്റർ അത് പുറത്തേക്ക് വന്ന് അവളെ വീണ്ടും ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവൾ എന്തൊക്കെയോ ഇപ്പൊ വിളിച്ചു പറയും. അതിന് ലൂഫി ആണെങ്കിൽ അവളോട് ദേഷ്യപ്പെടും. ഉടനെ ഷിഫോൺ അവള് പുട്ടിങ്ങിനെ പിടിച്ച് കുലുക്കി. പുട്ടിങ് നീ എന്തായി പറയണേ? നമുക്ക് എത്രയും വേഗം നമ്മുടെ പ്ലാനൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം. കേൾക്കേണ്ട താമസം പുട്ടിങ് ആണെങ്കിൽ നോർമൽ ആവുകയാണ്. ഷിഫോൺ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങളാണ് ആ വെഡ്ഡിംഗ് കേക്ക് മോഷ്ടിച്ചതെന്ന് ആരോ ബിഗ് മോമിനെ പറഞ്ഞ് ധരിപ്പിച്ചു. അതുകൊണ്ടാണ് അവർ ആ വെഡ്ഡിംഗ് കേക്കിന് വേണ്ടി നിങ്ങളുടെ പിന്നാലെ വരുന്നതെന്ന് അവൾ പറയും. നിങ്ങളുടെ കയ്യിൽ കേക്ക് ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ ബിഗ് മോമിന് കേക്ക് കൊടുത്തേ പറ്റൂ. ഞാനും പുട്ടിങ്ങും ചേർന്ന് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. സാഞ്ചി നല്ലൊരു ഷെഫല്ലേ, സോ സാഞ്ചിയുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് ഇതിന് ആവശ്യമാണ്. ദയവ് ചെയ്ത് സാഞ്ചിയും ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ കേക്ക് ഉണ്ടാക്കണം. ഇവിടെ പുട്ടിങ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്യാരക്ടർ മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ശാന്തമായിട്ട് അവരോട് പറയും, നിങ്ങളെ എല്ലാവരെയും ഞാൻ രക്ഷിക്കും. അടുത്ത നിമിഷം അവളുടെ ക്യാരക്ടർ ചേഞ്ചായി, തീർച്ചയായിട്ടും എൻ്റെ അമ്മയുടെ കൂടെ ചേർന്ന് നിങ്ങളെ എല്ലാവരെയും തല്ലിക്കൊല്ലും എന്നവൾ മാറി പറയും. സോ ഷിഫോണും പുട്ടിങ്ങും സാഞ്ചിയും അവർ 3 പേരും ഇപ്പം ആ ഒരു പായിൽ കയറി ഐലാൻഡിലേക്ക് പോവാണ്. അവിടെ വെച്ചാണ് അവര് ആ വലിയ കേക്ക് ഉണ്ടാക്കുക. അതേസമയം നമ്മുടെ ആൾക്കാർ കപ്പലെടുത്ത് ബിഗ് മോമിനെ ആ ഐലാൻഡിലേക്ക് കൊണ്ടുവരണം. ബിഗ് മോം അവിടെ എത്തുന്ന അതേ സമയം അവർ കേക്ക് റെഡിയാക്കി ബിഗ് മോമിന് കൊടുക്കുന്നു. ബിഗ് മോം അത് കഴിക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ ആൾക്കാർ എസ്കേപ്പ് ആവുന്നു. അവർ പ്ലാൻ ചെയ്തതുപോലെ ഇപ്പൊ 2 ടീമും 2 ഭാഗത്തേക്ക് പിരിയും. കറക്റ്റ് ടൈം ബിഗ് മോം അവിടേക്ക് വന്ന് ഷിഫോണിനെയും പുട്ടിങ്ങിനെയും ആഞ്ഞു വെട്ടുകയാണ്. ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് തെന്നി മാറും. സാഞ്ചി ചാടി വന്ന് ആ പായൽ പിടിച്ച് മുകളിലേക്ക് കയറും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.